നമസ്കാരം. ഉപനിഷത്ത് സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കും. ഭൂമി മാതാവിനോടും സർവ ചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തും. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കും. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡ് ആയി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കും. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കും. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കും. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിന്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കും. ഈ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കും. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. Please start meditation. ഓക്കെ, കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്യുന്നു. സഹജമാർഗ് സിസ്റ്റം റെഗുലറായി പ്രാക്ടീസ് ചെയ്താൽ ഉപനിഷത്തിലെയും അതുപോലുള്ള മഹത് ഗ്രന്ഥങ്ങളുടെയും അറിവ് അതിൻ്റെ ശരിയായിട്ടുള്ള അർത്ഥത്തിൽ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. നമ്മൾ വാക്കുകളിലും അതുപോലെ തന്നെ വേർഡ് മീനിങ്സിലും കുടുങ്ങിപ്പോയത് അതിൻ്റെ ആന്തരാർത്ഥത്തിലേക്കാണ് നമ്മൾ കടക്കേണ്ടത്. അപ്പോൾ സാധന നമ്മളെ സഹജമാർഗ സാധന നമ്മളെ വളരെയധികം സഹായിക്കുന്നു. ഈ സിസ്റ്റത്തിൽ എങ്ങനെ ജോയിൻ ചെയ്യണം എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഛാന്തോക്യ ഉപനിഷത്ത് 3-ാമത്തെ ചാപ്റ്റർ 2-ാം ഖണ്ഡം അതാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. 1-ാമത്തെ ശ്ലോകം. അഥ ചേസ്യ ദക്ഷിണ രശ്മയസ്ത ഏവാസ്യ ദക്ഷിണ മധുനാംഗ്യോ യജംശേവ മധുകൃതോ യജുർവേദ ഏവ പുഷ്പം താ അമൃത ആപ. അതിൻ്റെ തെക്കു നിന്നുള്ള രശ്മികൾ അതിൻ്റെ തെക്കുവശത്തിലുള്ള തേൻകൂടുകൾ ആണ്. തേനീച്ചകൾ യജുസ് തത്വങ്ങളാണ്. അതിൻ്റെ പൂവാണ് യജുർവേദം. അമൃതിൻ്റെ നീർത്തുള്ളികൾ ഇപ്രകാരമാണ് ഉണ്ടായത്. 2-ാമത്തത്. താനിവ ഏതാനി യജംഷേതം യജുർവേദമഭ്യദപത്യസ്യാഭിതപ്തസ്യ യജസ്തേജ ഇന്ദ്രിയം വീര്യമന്നാദ്യം രസോ ജായത. ഈ യജസ്സുകൾ തത്വങ്ങൾ, യജുസിന്റെ തത്വങ്ങൾ ആ യജുർവേദത്തിന്മേൽ ധ്യാനിച്ച് അതിൽ നിന്നും ധ്യാനിച്ചപ്പോൾ അതിൻ്റെ സത്തയായ പ്രഭ, വെളിച്ചം, ശക്തി, ഊർജം, ഭക്ഷണം എന്നിവ ഉണ്ടായി. തദ്യക്ഷര
തദാദിത്യമഭിതോ ശ്രയത് തഥാ തദ്വാ ഏതദ് ഏതദ്യേതദ് ആദിത്യസ്യ ശുക്ലം രൂപം. അത് പ്രവഹിച്ചു, അത് സൂര്യനിലേക്ക് തിരിച്ചുപോയി. അതാണ് സൂര്യന്റെ വെള്ള രൂപത്തിനുള്ള കാരണം. ഇപ്പോ നമ്മുടെ സ്ക്രിപ്റ്റേഴ്സിൽ നോർത്ത് സൗത്ത് എന്നുള്ള പല പരാമർശം കാണാം. ഭഗവത്ഗീതയിലുണ്ട് തെക്കോട്ട് വടക്കോട്ട്. നമ്മൾ നോർത്ത് എന്ന് പറയുമ്പോൾ, വടക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്തിൽ ഹിമാലയം, അതായത് ആധ്യാത്മികതയുടെ ഉത്തുംഗം എന്നുള്ള അർത്ഥത്തിലാണ് മനസ്സിലാക്കുന്നത്. നോർത്തിലേക്ക് പോവുക. അപ്പോൾ നമ്മളിപ്പോൾ നോർത്തിനെ നമ്മുടെ ഉയർച്ചയായിട്ട് കാണുന്നു, സൗത്തിനെ നമ്മളുടെ ഡിസെന്റ്, കോൺഷ്യസ്നസ്സിലേക്കുള്ള ഡിസെന്റ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഇവിടെ എങ്ങനെയാണ് ഈ ഡിസെന്റ്? നമ്മൾ ഇതിനു മുമ്പേ നമ്മൾ നോർത്ത് നിന്നുള്ള, അതായത് നമ്മുടെ സ്രോതസ്സിൽ നിന്നുള്ള ഫ്ലോ എങ്ങനെയാണ് ഉണ്ടായത് എന്ന് പറഞ്ഞു. ഇനി നമ്മൾ താഴേക്ക്, നമ്മുടെ സൗത്ത്, നമ്മുടെ ലോവർ ലെവൽസ് ഓഫ് കോൺഷ്യസ്നസ് എങ്ങനെ ഉയരും എന്നതിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഇവിടെ ഛാന്തോഗ്യ ഉപനിഷത്ത് ഈ കാണുന്ന പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളും അതേ സ്രോതസ്സിൽ നിന്ന് ഉണ്ടായതാണ് എന്നാണ് പറയുന്നത്. അതിൻ്റെ ഒറിജിനൽ ക്യാരക്ടർ പ്യൂറാണ്, അമൃതമാണ്, തേനാണ്. നമ്മളിവിടെ അനുഭവിക്കുന്നത് പലതരത്തിലുള്ള അനുഭവങ്ങളാണ്. നമ്മുടെ ജീവിതത്തിൽ പല എക്സ്പീരിയൻസസിലൂടെയും കടന്നു പോകും. നമ്മൾ ചിലതിനെ മിസറീസ് എന്ന് പറയുന്നു, ചിലതിനെ നമ്മൾ സന്തോഷം എന്ന് പറയുന്നു. അപ്പൊ ഇത് രണ്ടും അനുഭവങ്ങളാണ്. അപ്പൊ നമ്മൾ അത് എങ്ങനെ അനുഭവിക്കണം, അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങളെ സെപ്പറേറ്റ് ചെയ്യാനുള്ള കാരണം നമ്മുടെ ഈഗോ ആണ്, അഹംബോധമാണ്. അപ്പോൾ അനുഭവത്തെ ശരിയായിട്ടുള്ള അർത്ഥത്തിൽ നമ്മൾ തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒറിജിനൽ അവസ്ഥയുമായി കണക്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഒരു കുട്ടി കോളേജിൽ പഠിക്കാൻ പോവാണെന്ന് ആലോചിച്ചു, പഠിക്കാനാണ് പോകുന്നത് എന്നുള്ളത് ഓർമ്മയുണ്ടെങ്കിൽ അവിടെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും. ചിലപ്പോൾ അവിടെ ആർട്സ് ഫെസ്റ്റിവൽ ഉണ്ടാവും, ഡാൻസ് ഉണ്ടാവും, എല്ലാത്തിനും പങ്കെടുക്കും, കളിയിൽ പങ്കെടുക്കും. പക്ഷെ ബേസിക് പർപ്പസ് ഓർമ്മയുണ്ടാവും. ഇതെല്ലാം എൻ്റെ എവല്യൂഷന് ഹെൽപ്പ് ചെയ്യുന്ന തരത്തിലായിരിക്കും. ഇപ്പോൾ MBBS അറിയാം, ഞങ്ങൾ വാർഡിൽ പോകും, പേഷ്യൻസിനെ കാണുന്നു, പലതരത്തിലുള്ള പേഷ്യൻസ് ഉണ്ട്. അപ്പോൾ ചിലർ നമ്മൾ കോപ്പറേറ്റ് ചെയ്യില്ല, ചിലത് നമുക്ക് ഡയഗ്നോസ് ചെയ്യാനും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ വളരെ എളുപ്പമുള്ള വഴികൾ സ്വീകരിക്കുന്ന ആൾക്കാരുണ്ട്. ടൈമിന് പോവില്ല, വാർഡിൽ പോവില്ല, കേസ് സെലക്ഷൻ നടത്തില്ല, കേസ് പ്രസന്റേഷൻ നടത്തില്ല, ബെഞ്ചിന് ബാക്കിലിരിക്കും, ഉത്തരം ക്വസ്റ്റ്യൻ ചോദിച്ചാലോ ഒന്ന് പേടിച്ചിട്ട് ബാക്കിലിരിക്കും. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആരാരിൽ നിന്ന് ഒളിച്ചോടുന്നത്? നമ്മളിൽ നിന്നാണ് ഒളിച്ചോടുന്നത്. പരീക്ഷയ്ക്ക് വേറെ ആളുടെ നോട്ട്സ് നോക്കി ബൈ ഹാർട്ട് അടിച്ച് പാസ്സാവുക, അല്ലെങ്കിൽ കോപ്പി അടിച്ച് പാസ്സാവാൻ നോക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ നമ്മളോട് തന്നെയാണ് അപരാധം ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കറിയാം, റാങ്കിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഏതെങ്കിലും ഫെസ്റ്റിവൽ പ്രൈസിന് വേണ്ടിയിട്ടൊക്കെ തല്ലുപിടിക്കുന്ന ആൾക്കാരുണ്ട്. എന്താണ് ആ പ്രൈസ് കിട്ടിയിട്ട് കാര്യം? അത് നമുക്ക് എന്തെങ്കിലും, നമ്മളുടെ എന്തെങ്കിലും മൂല്യം കൂട്ടുന്നുണ്ടോ? നമ്മൾ വീട്ടിൽ കുറേ ട്രോഫി വെച്ചിട്ടുണ്ട്, ഈ ട്രോഫി എൻ്റെ മൂല്യം കൂട്ടുന്നുണ്ടോ? അത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമുണ്ട്. നമ്മൾ മൂല്യം പുറത്ത് എന്തിനേയും കൊടുക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എനിക്ക് മൂല്യം ഇല്ല, എൻ്റെ ഉള്ളിൽ മൂല്യം ഇല്ല. ശരിക്കും മൂല്യം ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തി പുറമേയുള്ള കാര്യങ്ങളിൽ ഡിപ്പെൻഡൻ്റ് ആവില്ല. അതാണ് ഒരു മഹാത്മാവിന്റെ ലക്ഷണം. കാരണം ആ യഥാർത്ഥ മൂല്യം എൻ്റെ ഉള്ളിൽ തന്നെയാണുള്ളത്. അതാണ് എല്ലാത്തിനും മൂല്യം കൊടുക്കുന്നത്. അപ്പൊ പുറമേ ഒരു കാര്യം ഉണ്ടായാലും കുഴപ്പമില്ല, ഉണ്ടായില്ലെങ്കിലും കുഴപ്പമില്ല. ഇപ്പൊ എന്തെങ്കിലും വിഷമം നമുക്ക് തോന്നുകയാണെങ്കിൽ എനിക്കതിനെ ശരിക്കും മനസ്സിലായില്ല, അതുകൊണ്ടാണ് എനിക്കതിൽ മിസറി ആയിട്ട് തോന്നുന്നത്. എന്തുകൊണ്ടാണ് എനിക്കതിന് തോന്നിയത്, അത് കറക്റ്റ് ചെയ്യാൻ മനസ്സിലാവും. അത് എപ്പോഴാണ് മനസ്സിലാവുന്നത്? നമ്മൾ നമ്മുടെ യഥാർത്ഥ വ്യക്തിത്വമായി ലിങ്ക് ചെയ്യുമ്പോൾ മാത്രം. അതാണ് ഇവിടെ ധ്യാനിക്കുക എന്ന് പറയുന്നത്. ആ വേദത്തിന്മേൽ ധ്യാനിക്കുക. നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങി വരുന്ന അറിവ്, നോളജ് പല ലെവൽസിലും പല തലത്തിലായിരിക്കും ആ ഫ്ലോ. ഒരു പുഴ ഒഴുകുമ്പോൾ അരുവികളായിട്ട് ബ്രാഞ്ചായിട്ട് അവസാനം കടലിലേക്ക് ലയിക്കുന്നു. അപ്പൊ എല്ലാത്തിലും ആ പ്യുവർ ഫ്ലോ തന്നെയാണ് അതിന്റെ ശരിക്കുള്ള ക്വാളിറ്റി. പിന്നെ അതിൽ കളങ്കം വരുന്നു, അത് പുറമേയുള്ള അന്തരീക്ഷം കാരണം.
മണ്ണ് കാരണം ഒക്കെ പൊല്യൂട്ടഡ് ആവാം ശരിക്കും. പക്ഷെ അതിന്റെ വെള്ളം പ്യൂർ തന്നെയാണ്. അതുപോലെ നമ്മുടെ ഉള്ളിൽ വരുന്ന ആ ഫ്ലോ, സാമൻ എന്ന ചാന്തോപനിഷത്ത് പറഞ്ഞു, അത് പ്യൂർ തന്നെയാണ്. നമുക്ക് ആ പ്യൂരിറ്റിയിൽ കണക്ട് ചെയ്തുകൊണ്ട് ട്രൂത്ത്ഫുൾ ആയിട്ട്, സിൻസിയർ ആയിട്ട്, ഓണസ്റ്റ് ആയിട്ട്, സ്നേഹത്തോടെ, കമ്പാഷനോട് കൂടിയിട്ട് നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കണം. അത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കണക്ട് ആവണം, സെന്ററിലേക്ക് കണക്ട് ആവണം, നമ്മുടെ ഉള്ളിലുള്ള ആ പ്യൂരിറ്റിയിലേക്ക് കണക്ട് ആവണം. അതാണ് ധ്യാനിച്ചപ്പോൾ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ശരിക്കുള്ള ആ ഊർജം, ആ സ്നേഹം, ആ പ്രഭ ഇത് തിളങ്ങുന്നു. ഒരു സാധാരണ വലിയ കോംപ്ലിക്കേറ്റഡ് അല്ലാത്ത ജോലികൾ ചെയ്യുന്ന ആൾക്കാരും അവർ ആ ജോലിയിൽ സ്നേഹം നിറയ്ക്കുന്നു, സിൻസിയറിറ്റി കാണുമ്പോൾ അവർ ബഹുമാന്യരാകുന്നു. ഏത് ജോലിയായാലും ആവും. ഇപ്പം നമ്മുടെ പ്രഗത്ഭരായിട്ടുള്ള മാസ്റ്റേഴ്സ് ഒന്നും രാജ്യത്തിന്റെ തലവന്മാരായിരുന്നില്ല. കബീർദാസ് ജി ആയാലും, ജീസസ് ക്രൈസ്റ്റ് ആയാലും, ഭഗവാൻ ശ്രീകൃഷ്ണ ആയാലും. നമ്മൾ പിന്നീട് അവരെ പല തലങ്ങളിലും നിർത്തിയിരിക്കുന്നു മാത്രം. ലാലാജി മഹാരാജ്, ബാബുജി മഹാരാജ്, ചാരിജി മഹാരാജ്, ദാജി, ഇവരൊന്നും ഭൗതിക ജീവിതത്തിൽ പവേഴ്സ് ഓക്കിയപ്പോഴല്ല. മഹാത്മാഗാന്ധിജി. പക്ഷെ അവര് തിളങ്ങുന്നു. അവരുടെ ജീവിതശേഷവും അവരുടെ ദർശനങ്ങൾ നമ്മൾ വളരെയധികം ആകർഷിക്കും. കാരണം അവർ കണക്റ്റഡ് ആയിരുന്നു. അപ്പോൾ ജീവിതത്തിൽ ഭാഗ്യമായിട്ടുള്ള അനുഭവങ്ങൾ, എന്ത് തരത്തിലുള്ള അനുഭവങ്ങളായിരുന്നു, അതെല്ലാം നല്ലത് തന്നെ. പക്ഷെ അത് നമ്മൾ ഉള്ളിലേക്ക് കണക്ട് ചെയ്തിട്ട് ഇത് എനിക്ക് എന്ത് തരത്തിലാണ് പാഠം നൽകുന്നത് എന്ന് മനസ്സിലാകണം. അപ്പൊ സഹജമാർഗത്തിൽ ഇതിൽ വളരെ സിമ്പിളായിട്ട് മെത്തേഡ് ഉണ്ട്. നമ്മൾ ശുദ്ധീകരണം നടത്തുന്നു, ക്ലീനിങ് നടത്തുന്നു. ക്ലീനിങ് എങ്ങനെ നടത്താം എന്നതിനെ കുറിച്ചുള്ള വീഡിയോസ് ഈ ചാനലിൽ തന്നെ ഉണ്ട്. നമ്മൾ ശുദ്ധീകരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള നമ്മുടേതായിട്ടുള്ള സങ്കല്പങ്ങൾ, നമ്മുടേതായിട്ടുള്ള പ്രജുഡിസസ്, അത് നമ്മൾ അൺബൈൻഡ് ചെയ്ത് കളയും, എടുത്തു കളയും. ഒരു കാര്യത്തെ നമുക്ക് ശരിയായിട്ട് രീതിയിൽ കാണാൻ സാധിക്കും. ഒരു ചിമിനി വിളക്കുണ്ട്, അതിൽ നിന്ന് വെളിച്ചം ക്ലിയർ ആയിട്ട് വരുന്നുണ്ട്. അതിന്റെ പുറമേയുള്ള ചിമിനി തുറക്കണം, ഗ്ലാസ് ചിമിനി തുറക്കണം, അപ്പോൾ വെളിച്ചം എല്ലായിടത്തും ഉണ്ട്. അതുപോലെ നമ്മുടെ ഉള്ളിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സങ്കല്പമുണ്ട്, അത് നമ്മുടെ ഉള്ളിൽ ഉപബോധ മനസ്സ് എന്ന് പറയും, സബ് കോൺഷ്യസ്നസ്, അത് അവിടെ അടിഞ്ഞുകൂടി കിടക്കണം. അതിന് സംസ്കാരങ്ങൾ എന്ന് പറയും. അത് നമ്മൾ അൺവൈൻഡ് ചെയ്ത് പ്യൂരിഫൈ ചെയ്യുക. എന്നിട്ട് നമ്മൾ ലോകത്തിലേക്ക് നോക്കുമ്പോൾ ഇവിടെ ഒന്നും മോശമില്ല, ഇവിടെ എല്ലാം ക്ലിയർ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ വെളിച്ചം പുറത്തേക്ക് പ്രവഹിക്കുന്നു. അപ്പോൾ നമ്മൾ എവിടെ എത്തി എന്ന് മനസ്സിലാക്കാൻ ഏറ്റവും എളുപ്പ വഴി നമ്മളെങ്ങനെ ലോകത്തെ കാണുന്നു എന്നുള്ളതാണ്. ലോകത്തിൽ നമ്മൾ എന്തെങ്കിലും മോശം കാണുന്നുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും നല്ലത് സെപ്പറേഷൻ കാണുന്നുണ്ടെങ്കിൽ അതിന്റെ കുഴപ്പം എൻ്റെ ഉള്ളിൽ, ഞാൻ സ്വയം കറക്റ്റ് ചെയ്യണം. ഇതാണ് എൻ്റെ യഥാർത്ഥത്തിലുള്ള യാത്ര. അപ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ പിന്നെയും പൂർണ്ണ അറിവോടുകൂടി ആ സൂര്യനായിട്ട് മാറുന്നു. ഇന്ന് ഇവിടെ ശാന്തോപനിഷത്ത് പറയുകയാണ്. അപ്പൊ എല്ലാവരെയും വീണ്ടും ശരിയായിട്ടുള്ള സാധന, സ്പിരിച്വൽ സാധന ചെയ്യാനായിട്ട് സഹജമാർഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്ത സെഷൻ വരെയും വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം.